ഇന്ന് നമ്മൾ മഹാമേഘ മഹോത്സവത്തിനാണ് വന്നിരിക്കുന്നത്. എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം, തിരുനാവായയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. തിരുനാവായ മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വൈകിട്ട് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് ഇവിടേക്ക്. അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ അവിടെ എൻട്രി ആയി. ഇവിടെ വഴിയിലൊക്കെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ടാണ്. നല്ല ക്രൗഡഡാണെന്ന്. ആളുകളിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ, എങ്കിൽ പോലും ആളുകൾ കൂടിക്കൂടി വരികയാണ്. ഓരോ ദിവസം കൂടുന്തോറും ആളുകൾ കൂടിക്കൂടി വരുന്നുണ്ട്. നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് ഇവിടെ ഒരു രഥം കാണുന്നത്. ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി സെറ്റപ്പായിട്ട് LED ലൈറ്റൊക്കെ വെച്ച് നല്ല രഥം സെറ്റ് ചെയ്തിട്ടുണ്ട്. കയറുന്ന അവിടെ തന്നെ നമ്മൾ ഈ കാണുന്നതാണ് വിഗ്രഹം അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്ന എഴുന്നള്ളത്താണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്തോടെ എത്തി. അത് നമുക്ക് കാണാൻ പറ്റി. നമ്മൾ ഈ പുഴേൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് കുംഭമേളാൻ്റെ സ്പോട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് തിരുനാവായ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് പുഴേൻ്റെ അക്കരെയാണ് നമ്മൾ ഈ ഉത്സവം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സജ്ജീകരണങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടേക്ക് പോകുന്നതിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. അവിടേക്കൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട് പുഴ കടക്കാനുള്ള. കണ്ടോ, ആ ലൈറ്റും സെറ്റ് ചെയ്ത് അതിനുള്ള വഴിയാണ് ഈ കാണുന്നത്. നല്ല ക്രൗഡഡാണ്. അതാ കാണുന്നതാണ് പാലം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ കാണുന്നതാണ് നമ്മളെ ഉത്സവം നടക്കുന്ന ഏരിയ. അതിമനോഹരമാണ് ഇവിടുന്ന് നേരിട്ട് കാണാൻ. നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല, എങ്കിൽ പോലും നമ്മൾ മാക്സിമം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ അവിടെ കുറേ നേരം വരി നിന്നിട്ട് നമ്മൾ ഈ പാലത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. പാലത്തിൽ നല്ല കൊടികളും തോരണങ്ങളൊക്കെ തൂക്കി നല്ല ഭംഗിയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാലം എന്ന് വെച്ചാൽ താൽക്കാലികമായിട്ടുള്ള പാലമായതുകൊണ്ട് ഫുൾ ക്രൗഡിനെ ഒരുമിച്ച് വിടുന്നില്ല. കാരണം ചെറിയ പാലാണല്ലോ. അപ്പം കുറച്ച് ആൾക്കാരെ അങ്ങോട്ടും പുഴയിൽ നിന്ന് അപ്പുറത്തേക്കും കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ടുമാണ് പിടിച്ച് നിർത്തിയിട്ടാണ് മെല്ലെ മെല്ലെയാണ് അവരെ വിടുന്നത്. അതിൻ്റെ ഒരു തിരക്കുണ്ട് ഇവിടെ. എങ്കിൽ പോലും നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ മെല്ലെ മുന്നോട്ട് പോയിങ്ങോട്ട്. നമ്മൾ ഈ കൊച്ചു പാലത്തിലൂടെ നടക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ സാധാരണ ഈ പുഴ ഇങ്ങനെ നടന്ന് കിടക്കാറില്ലല്ലോ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ. നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ സൂര്യൻ അസ്തമിക്കുന്നുണ്ട്. അതൊക്കെ നൈസായിട്ട് കാണാം. അങ്ങനെ നമ്മൾ മെല്ലെ പതുക്കെ നടന്നു തുടങ്ങി. നമ്മൾ അക്കരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം പുഴയിൽ കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു. വലിയ ആഴമില്ല എന്നാണ് നമുക്ക് കണ്ടിട്ട് തോന്നുന്നത്. എങ്കിൽ പോലും പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് ഇവിടുന്ന് അക്കരയിലേക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നല്ല ആംബിയൻസ് ഉണ്ട്. നല്ല ക്രൗഡഡ്. അക്കരെ കണ്ടില്ലേ, ഫുൾ ക്രൗഡഡാണ്. നല്ല ആംബിയൻസിലാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഈ കുംഭമേള മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് വാരണാസി പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പല ആൾക്കും ഇത്ര ദൂരം പോയി സഞ്ചരിച്ച് കുംഭമേള കാണാൻ കുറേ ബുദ്ധിമുട്ടുണ്ടാവും. അതിന് ബെസ്റ്റ് ആണ് നമുക്ക് ഈ കുംഭമേളയ്ക്ക് വരുന്നത്. അത്യാവശ്യം അതേ ആംബിയൻസ് തന്നെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇവിടെ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു വാരണാസി പോകുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പോലും വാരണാസിനോട് കിടപിടിച്ച് നിൽക്കുന്ന രീതിയിൽ ഇവിടെ ഒരു മാക്സിമം കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ആ കുംഭമേള നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. നമ്മളങ്ങനെ അക്കരെ എത്തിയിരിക്കുകയാണ്. നല്ല ക്രൗഡഡാണ്. നല്ല ആംബിയൻസിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പുഴേൻ്റെ ഒരു പൂഴിയൊക്കെ ഉള്ളതിനോണ്ട് നല്ല ഭംഗിയാട്ടോ ഈ ഏരിയ കാണാനായിട്ട്. നല്ല ആംബിയൻസാണ്. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നത്. നമുക്ക് ആദ്യമായിട്ടാണല്ലോ ഈ കുംഭമേളയൊക്കെ കാണുന്നത്.
ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യും. ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറേ ആളുകൾ ഇത് കാണാൻ വേണ്ടി പുഴയിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ കുറേ ആളുകൾ പുഴേൻ്റെ അക്കരെ അവിടെ കാണികളായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണില്ലേ, അപ്പുറത്ത് കാണുന്നതാണ് നമ്മളെ അമ്പലം കാണുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് കറക്റ്റ് ഇവിടെ ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, കുംഭമേളേൻ്റെ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുംഭമേളേൻ്റെ കർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. തന്നെയാണ് എന്നുള്ളതാണ് ഈ വിള ആരതിയെ വ്യത്യസ്തമാക്കുന്നത്. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു വിള ആരതിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സജ്ജനങ്ങളെയും സനാതന ധർമ്മവിശ്വാസികളെയും हरि ओम मंगलम भगवान विष्णु मंगलम गरुड़ध्वज मंगलम पुंडरीकाय आचम्य ओम केशवाय नमः ओम नारायणाय नमः ओम माधवाय नमः हस्तौ प्रक्षालनं गोविन्दाय नमो नमः ओम अपवित्रः पवित्रो वा सर्वावस्थाङ्गतोऽपि वा यस्मरेत् पुण्डरीकं सदायाविन्दराशुचिः लक्ष्मीनारायणाभ्यां नमः उमामहेश्वराभ्यां नमः वाणीहिरण्यगर्भाभ्यां नमः शचीपुरन्दराभ्यां नमः मातापितृचरणकमलेभ्यो नमः इष्टदेवताभ्यो नमः कुलदेवताभ्यो नमः ग्रामदेवताभ्यो नमः स्थानदेवताभ्यो नमः वासुदेवताभ्यो नमः सर्वेभ्यो देवेभ्यो नमः सर्वेभ्यो तीर्थेभ्यो नमः सर्वेभ्यो ब्राह्मणेभ्यो नमः श्रीगुरुचरणकमलेभ्यो नमः विश्वेशं माधवं दुण्डिं दण्डपाणिं च भैरवं वन्दे काशीं गुहां गङ्गां भवानी मणिकर्णिकां वक्रतुण्डमहाकाय सूर्यकोटिसमप्रभा पुराणोक्त वेदोक्त शास्त्रोक्त पुण्यफल प्राप्त्यर्थम कायिक वाचिक मानसिक संसारिक करिष्ये तत्रादौ निर्वृता संसिद्ध्यर्थम् आदौ गणेशं विकयोः ध्यानं स्मरणम् अहं करिष्ये ॐ गणानां त्वा गणपतिं हवामहे प्रियाणां त्वा प्रियपतिं हवामहे निधीनां त्वा निधिपतिं हवामहे वसो मम आहमजामि गर्भधमा त्वमजासि गर्भधम्मा अम्बे अम्बिकं मालिके नमानयति कश्चन सा सत्यशुभगः सुभद्रिकां काम्पे नवासिनीं ध्यापयः पृथिव्याम्बय ओदनीगुपयो दिव्यन्तरिक्षेपयोधाः पयस्वधीः प्रदिशः सन्तु मह्यम् पयस्नानं समर्पयामि पयस्नानान्ते शुद्धोदकस्नानं समर्पयामि ॐ शुद्धबालः सर्वशुद्धबालो मणिबालस्नानाश्विनाः शेतः शेताक्षोरुणस्य रुद्राय पशुपदये कर्णाज्याम्ब अवलिप्त रौद्रानभोरूपाः पर्जन्या तुम्हें माता च पिता तुम्हें बन्धुश्च
सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव तस्मै श्री गुरवे नमः। गजाननं भूतगणादिसेवितं कपीध्यजम्बो धनचारुभक्षणम् उमासुतं शोकविनाशकारकं नमामि विघ्नेश्वरपादपङ्कजम् आपदामपहरितारम् दातारं सर्वसम्पदां लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहम्। गङ्गातरङ्गरमणीयजपा धृतदीपरूपं भुक्तिं च मुक्तिं च ददासि भावानुसारेण सदा पापहारे पुनः गंगा सकलमुद मंगलमूल सब सुख करनी हरनि सब शूर गंगा सकलमुद मंगलमूला सब सुख करनी हरनि सब शूर। जय जय भगीरथ नंदन जय चकोर चंद
सरोज राशि शशीष पर विभाग हे पथगासी पुण्य राशि पाप झालिका हे पथगासी पुण्य राशि पाप झालिका जय 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 जो पहाड़ शोभित शशधाल धार जो पहाड़ शोभित शशधाल धार अंजन भवभार भक्ति कल्पकालिका अंजन भवभार भक्ति कल्पकालिका जय जय भगवत नंदिनी जय जय नरनागिनी जय कालिका जय गंगे माता मैया जय गंगे माता जो नर तुमको ध्यान कर जो नर मैया जी को ध्यान करे वांछित फल पाता जय गंगे जल निर्मल आता मैया जल निर्मल आता शरण पड़े जो तेरे शरण पड़े जो तेरे सोनल कर जाता जय वंदे ब्रह्मस्वरूपिणी मैया जो तुमको ध्याता मैया जो तुमको ध्याता तेरी दया से जो तेरी कृपा से जो
അങ്ങനെ അവിടുത്തെ കുംഭമേള കഴിഞ്ഞ് അതിനോടനുബന്ധിച്ച് കുറച്ച് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു. അതിനുശേഷം നമ്മൾ മെല്ലെ തിരിക്കാനുള്ളൊരു പ്ലാനിലാണ്. എല്ലാവരും കൂടി പെട്ടെന്ന് തിരിച്ചു കഴിഞ്ഞാൽ ബ്ലോക്കാവും, ഭയങ്കര ക്രൗഡഡാണ്. അതിനുകൊണ്ട് നമ്മൾ മെല്ലെ ഇറങ്ങി. ഇത് അവിടെയുള്ള സ്വാമിമാരാണ്,
നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ കുറച്ച് വിഷ്വൽസ് എടുത്താണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പുറത്തേക്ക് അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം ഇന്ന് നമ്മൾ കുംഭമേളേൻ്റെ പ്രോഗ്രാംസാണെന്ന് നമ്മൾ കണ്ടത്. അപ്പം ഇന്ന് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.